പൊന്മുടിയിലെ ഇപ്പോഴത്തെ കാലാവസ്ഥ ഒന്ന് നോക്കിയാലോ. അങ്ങനെ ഞങ്ങൾ ഇന്ന് പൊന്മുടിയിലോട്ട് പോകാനായിട്ട് ഇറങ്ങിയതാണ്. 2 വീലറിൽ തന്നെ പോകാമെന്ന് കരുതി. ഈ 2 വീലറിൽ പോകുന്നതിൻ്റെ ഒരു വൈബ് അത് വേറെ ഒന്ന് തന്നെയാണ്. നല്ലപോലെ കാറ്റും കൊണ്ട് കാഴ്ചകളൊക്കെ നല്ലപോലെ ആസ്വദിച്ച് പോകാം. എന്തായാലും ഇവിടുത്തെ കാലാവസ്ഥ ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് മഴയുണ്ടായിരുന്നു, എന്നാൽ ഇങ്ങോട്ട് മഴയേ ഇല്ലായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 60 കിലോമീറ്റർ വരും പൊന്മുടിയിലോട്ട് പോകാൻ. പതിവ് പോലെ തന്നെ ഹെയർ പിൻ കയറുന്നതിന് മുന്നേ ഇവിടുന്ന് പാസ് എടുക്കുക. അഡൽട്ടിന് 50 രൂപയും കുട്ടികൾക്ക് 20 രൂപയുമാണ് ഫീസ് വരുന്നത്. ഞങ്ങളെപ്പോലെ തന്നെ ബൈക്കിൽ ഒരുപാട് പേർ ഇതുപോലെ വരുന്നുണ്ട്. ഒരു ഗ്യാങ് ആണ് കേട്ടോ ഞങ്ങളുടെ മുന്നിലോട്ട് പോകുന്നത്. അവരോടൊപ്പം ഞങ്ങളും അങ്ങ് കൂടി. രണ്ടാമത്തെ ഹെയർ പിൻ കഴിഞ്ഞപ്പോൾ ഒരു സങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ച കണ്ടു. ഇത് കണ്ടപ്പോൾ എല്ലാവരും പിന്നെ വണ്ടി നിർത്തി എങ്ങനെയാണ് ഈ ആക്സിഡൻറ്റ് സംഭവിച്ചതെന്ന് നോക്കി. രജിസ്റ്റേർഡ് വണ്ടിയാണ്, നമ്പർ പോലും ആയിട്ടില്ല. എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായെന്നും ഒരു പിടിയുമില്ല. പുതിയ വണ്ടി പുതിയ രജിസ്റ്റേർഡ് ഇറക്കിയുണ്ട്. അതിന്റെ ബാക്ക് നോക്കാം നമ്പർ. വണ്ടി പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. ഈ ഹെയർ പിന്നൊക്കെ കയറുമ്പോൾ സൂക്ഷിച്ച് കയറുക. പരിചയസമ്പന്നമുള്ളവരാണെങ്കിൽ മാത്രം ഈ പുതിയ വണ്ടിയുമായി ഇങ്ങോട്ട് വരിക, അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക. മോളിൽ നിൽക്കടാ. നമ്മൾ പൊന്മുടിയിൽ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. എന്നാലും കാലാവസ്ഥാ വ്യതിയാനം വരുമ്പോൾ നമ്മളൊന്ന് വരുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ എല്ലാം ഒരുപാട് പേര് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളും വന്നത്. ഞങ്ങൾ ബൈക്കിലാണ് വന്നത്. ബൈക്കിൽ വന്നാൽ സത്യം പറഞ്ഞ യാത്ര ഒരു രസമാവുള്ളൂ. നമുക്ക് അവിടെ സ്പോട്ടുകൾ, പാർക്കിംഗ് ഇല്ലാത്ത സൈഡുകളിൽ നമുക്ക് ബൈക്കാകുമ്പോൾ ചെറുതായിട്ടൊന്ന് നിർത്തി ഇതുപോലെ ഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ സമയം 2:30 ആയതേ ഉള്ളൂ കേട്ടോ. 2:30 ആകുന്നതേ ഉള്ളൂ. പക്ഷേ ഒരു 6 മണിയുടെ ഒരു ഫീലാണ്. എന്നാലിപ്പോൾ ചെറിയ രീതിക്ക് വെയിലൊക്കെ അടിച്ചു തുടങ്ങി. എന്തായാലും അടിപൊളിയാണ് കേട്ടോ. പൊന്മുടിക്ക് വരുന്ന വഴിക്ക് കാണുന്ന ഒരു ചെറിയ കുഞ്ഞരുവിയാണ് കേട്ടോ. വലിയ വാട്ടർഫാൾ ഒന്നുമല്ല, വളഞ്ഞങ്ങാനും. ഇത് പൊന്മുടി പോകുന്ന സ്ഥലത്തിലുള്ള ഒരു വളഞ്ഞങ്ങാനും വെള്ളച്ചാട്ടമാണ്. ഇതാരും മിസ് ചെയ്യില്ല. ഇത്തവണ പൊന്മുടിയിലോട്ട് വന്നപ്പോൾ ഇതുവരെയും കാണാത്ത കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടായിരുന്നേ. ഒരു ചേച്ചി തേയിലത്തോട്ടത്തിൽ നിന്ന് തേയിലച്ചെടിയൊക്കെ പറിച്ചു കൊണ്ടുവരികയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് എവിടെ നിന്നാണ് ഇത് പറിക്കുന്നതെന്നും ഞങ്ങൾ നോക്കിപ്പോയി. എന്നാൽ നേരിട്ടൊന്ന് കാണാമല്ലോ. കുറച്ച് ചേച്ചിമാർ തേയിലച്ചെടി അവിടെ നുള്ളുകയാണ്. നമ്മൾ അങ്ങോട്ട് പോവുക, എങ്ങനെയാണെന്ന് നോക്കണമല്ലോ. ഇതൊക്കെ മൂന്നാറിൽ പോയാലേ കാണാൻ സാധിക്കൂ. എൻ്റെ മോനും യാത്രകൾ വളരെ ആസ്വദിക്കുന്നതാണ് കേട്ടോ. അവനും ഈ ഉരുളൻകല്ലുകൾ ചവിട്ടി പോകാനും ഇതൊക്കെ കാണാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അങ്ങനെ ഞങ്ങൾ തേയിലച്ചെടിയൊക്കെ എടുക്കുന്ന ചേച്ചിയുടെ അടുത്തെത്തി കേട്ടോ. കുറച്ച് നേരം ചേച്ചിയുടെ കൂടെ നിന്ന് വിശേഷങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു. ദിനോസറാ ഇതിന്റെ ഇതാണ് ലേല. വീട് ഇവിടെ തന്നെയാണോ? 4:30 ആകുമ്പോൾ ഈ പണികളെല്ലാം നിർത്തും. രാവിലെ 7:30 ഇറങ്ങുന്നതാണ് കേട്ടോ. അവരുടെ പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇവിടെ വന്നപ്പോൾ കണ്ട ഒരു സ്കെൽട്ടനാണ് കേട്ടോ. എന്തെന്ന് ചോദിച്ചപ്പോൾ മ്ലാവിൻ്റെ ആണെന്നാണ് പറഞ്ഞത്. ചെന്നായികളൊക്കെ പിടിച്ച് തിന്നിട്ടിട്ട് പോകുന്നെന്നാണ് പറഞ്ഞത്. ഇവിടെയൊക്കെ കണ്ട മ്ലാവിനെയൊക്കെ കടിച്ചു കൊന്നിട്ടിരിക്കുകയാണ്. അതിന്റെ കാലാണെന്ന് തോന്നുന്നു. ഇനിയും ഉണ്ടോ? അവൻ പറയുന്നു ഇനിയും ഉണ്ടെന്ന്. അവൻ ഇതെല്ലാം കാണിച്ചെന്നത് സിദ്ധുവാണ്. അവൻ ഇതൊക്കെയാണ് ശ്രദ്ധിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി നോക്കാം, വേറെ ഉണ്ടോന്ന് നോക്കാം. ഈ തേയിലത്തോട്ടത്തിന് തൊട്ട് താഴെയായി ഇങ്ങനെ ഒരു ചായക്കടയുണ്ട്. ഇങ്ങനെയുള്ള കടകളൊക്കെ നമ്മൾ കൊടൈക്കനാൽ പോകുമ്പോൾ കാണാറുണ്ട്. അപ്പോൾ ഇവിടെ ഇതുപോലെ ഒരുപാട് കടകൾ മുന്നോട്ടുണ്ട്. ആ കാണുന്നത് PWD റെസ്റ്റ് ഹൗസാണ്. കുറച്ചുകൂടെ മുന്നിലോട്ട് പോയപ്പോൾ മനോഹരമായ മറ്റൊരു കാഴ്ച കണ്ടു. ഈ റെസ്റ്റ് ഹൗസ് കഴിഞ്ഞ് ഒരു വളവ് കഴിഞ്ഞെത്തുമ്പോൾ അവിടെ ഒരു മരമുണ്ട്. ആ മരക്കൊമ്പിൽ ഒരുപാട് മയിലുകൾ ഇങ്ങനെ ഇരിക്കുന്ന കാഴ്ചയാണ്. ഇത് ഇവരുടെ സ്ഥിരം സ്ഥലമായിരിക്കും കേട്ടോ. മരക്കൊമ്പിൽ ഒരു 4-5 മയിൽ ഇരിപ്പുണ്ട്. അത് ഒന്നിച്ച് കണ്ടപ്പോൾ ഒരു പ്രത്യേക സന്തോഷമായിരുന്നു. കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ ഒരു വ്യൂ പോയിന്റ് കണ്ടു കേട്ടോ. ഇവിടെ ഇറങ്ങി എല്ലാവരും ഫോട്ടോ എടുക്കുന്നത് കണ്ട് ഞങ്ങളും ഇറങ്ങി. പൊന്മുടിയിലൊക്കെ വരുവാണെങ്കിൽ ഈ ഒരു ക്ലൈമറ്റിൽ തന്നെ നിങ്ങൾ വരണം കേട്ടോ. ഇത്രയും ഒരു ആംബിയൻസ് ചീവീടിന്റെ കരച്ചിലും കേൾക്കാൻ പറ്റും.
ഇത്രയും നാളായിട്ട് വന്നിട്ട് നമുക്ക് ഈ ഒരു ഫീല് കിട്ടിയില്ല. ഇപ്പോഴാണ് ഫീൽ അടിപൊളിയായത്. നമുക്ക് ഇനി മേളിലോട്ട് നിന്ന് കാഴ്ചകളൊക്കെ കാണാം. മുന്നോട്ട് ഇതുപോലെ ഒരുപാട് കടനിരകളാണ് ഇനി കാണാൻ സാധിക്കുന്നത്. അവിടെ ചായയും ബജിയും സ്നാക്സും ഒക്കെ വാങ്ങാൻ കിട്ടും. ഉപ്പിലിട്ട ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. കുറച്ചുകൂടെ മുന്നിലോട്ട് പോയപ്പോൾ ഒരു വലിയ വ്യൂ പോയിന്റ് കണ്ടായിരുന്നു. വീണ്ടും അവിടെ വണ്ടി നിർത്തി ഫോട്ടോയൊക്കെ എടുത്തിട്ട് പോകാമെന്ന് കരുതി. പക്ഷേ ഇവിടുത്തെ വൈബ് അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ. നല്ല കാറ്റുണ്ട്, അതുപോലെ നല്ല തണുത്ത അന്തരീക്ഷമായിരുന്നു. അങ്ങനെ കുറച്ച് നേരം നമ്മൾ ഇവിടെ നിന്നിട്ടാണ് പോയത്. ഇതൊക്കെ ബൈക്കിൽ വന്നാൽ മാത്രമേ നമുക്കിങ്ങനെ പെട്ടെന്ന് ഇറങ്ങി നിന്ന് ഇതൊക്കെ കാണാൻ സാധിക്കുകയുള്ളൂ. നമ്മളെപ്പോലെ തന്നെ ഒരുപാട് ഫാമിലീസ് ഇവിടെ വന്ന് നിൽപ്പുണ്ട്. അപ്പം ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾ കാണാമല്ലോ. വേണ്ടേ, അടിപൊളി കാഴ്ചകളാണ് കേട്ടോ സുഹൃത്തുക്കളെ. ഈ ഒരു ടൈമിലൊക്കെ നിങ്ങൾ ഇവിടെ എത്തിച്ചേരണം. അടിപൊളി, സൂപ്പറാണ്. ഈ ഒരു കാലാവസ്ഥ ആയതുകൊണ്ടാണ് പൊന്മുടി ഇത്രയും മനോഹരമായിരിക്കുന്നത്. നമ്മളല്ലാത്ത ടൈമിലൊക്കെ പൊന്മുടിയിൽ വന്നപ്പോഴേ ഇത്രയേറെ ഭംഗി ആസ്വദിക്കാനൊന്നും പറ്റിയിട്ടില്ല. അന്ന് ഇങ്ങനെ പച്ചപ്പൊന്നും ഇല്ലായിരുന്നു. ഒരു 3 മണി ആയിട്ട് പോലും ഇതേ അവസ്ഥയാണ് ഇവിടെ. ടോപ്പിൽ വന്നപ്പോഴാണ് ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടെന്ന് മനസ്സിലായത് കേട്ടോ. ഒരുപാട് വണ്ടികൾ വന്ന് കിടപ്പുണ്ട്. ഇനിയാണ് ആൾക്കാർ വരാൻ പോകുന്ന ടൈം എന്ന് പറയുന്നത്. 4 മണിക്ക് ശേഷമാണ് ഇവിടെ കൂടുതൽ പേര് എത്തുന്നത്. കാര്യം 3 മണി കഴിഞ്ഞാൽ പിന്നെ കോട ഇറങ്ങുന്ന സമയമാണ്. ഇവിടെ കണ്ടോ, ഇവിടെ നിന്ന് ഒരുപാട് വ്യൂ ഉണ്ട്. നമ്മുടെ താഴെ നിന്ന് ഹെയർപിന്ന് കയറി വരുന്ന അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. വണ്ടി ചെറുതായിട്ട് കാണാൻ പറ്റും. ഇത്രയും ഹൈറ്റിൽ നിന്നിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ കാണുന്ന വ്യൂ ഉണ്ട്, നിങ്ങൾക്ക് ഇവിടെ നിന്നാൽ കാണാൻ പറ്റും. അതുപോലെ നല്ല വെയിലും ഉണ്ട്, തണുത്ത കാറ്റുമാണ്. ആളിനെ എടുത്തോണ്ട് പോകുന്ന രീതിക്കുള്ള കാറ്റ് സത്യം പറഞ്ഞാൽ ഉണ്ട്. നല്ല അടിപൊളി ഒരു എങ്ങനെയാണ് ഇത് പറയുന്നതെന്ന് പറഞ്ഞു തരാനെന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് ഇവിടെ പറഞ്ഞത് എന്തോ ഞങ്ങളുടെ നല്ല സമയം എന്ന് പറയാം. മഴയും പെയ്യുന്നില്ല, നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റുമുണ്ട്. ഇപ്പോൾ സമയം 3:45. ഇനി 5 മണിക്കകത്ത് വെച്ച് ഫോഗ് ഇറങ്ങും. ഫോഗ് ഇറങ്ങിയിട്ട് നമ്മൾ പോകുള്ളൂ. ആ വിഷ്വൽസോട് കാണിച്ചു തരാം. പിന്നെ കുറച്ച് നേരം നമ്മൾ അവിടെ ഇരുന്ന് കാറ്റൊക്കെ ആസ്വദിച്ച് കോട വരുന്നതും കാത്തിരിക്കുകയാണ്. എന്തായാലും ഇനി ഒരു ചായ കുടിച്ചിട്ട് ഇനി ടോപ്പിലോട്ട് കയറാമെന്ന് കരുതി. അങ്ങനെ ഇതിൻ്റെ അടുത്തായിട്ട് ഒരു കോഫി ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം, ഗൂഗിൾ പേ ഒന്നും ഇവിടെ വർക്കിംഗ് അല്ല. കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടുന്ന് ചായ കുടിക്കാൻ പറ്റുള്ളൂ. ഇത് കാണാൻ നല്ല മനോഹരമായ ഒരു സ്ഥലമാണേ. ഇതിൻ്റെ ബാക്കിൽ ഒരു ഹട്ടുണ്ട്. അതിൻ്റെ അടുത്തായിട്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള ചിൽഡ്രൻസ് പാർക്കുണ്ട്. സമയം ഇപ്പോൾ 3:30 കഴിഞ്ഞിട്ടുണ്ട്. കോടയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഇറങ്ങി വരുവാണ്. 4 മണിയായപ്പോൾ ഇതാണ് അവസ്ഥ. കോടയൊക്കെ ഇങ്ങനെ ഞങ്ങൾ മൂടാൻ തുടങ്ങിയിട്ടുണ്ട്. പോകാൻ ടൈമായി. ആ സമയത്ത് മഞ്ഞിറങ്ങിയിട്ടുണ്ട് കേട്ടോ. മഞ്ഞ് പറഞ്ഞാൽ കാണാൻ പറ്റാത്ത രീതിയിലുള്ള മഞ്ഞാണ് ഇറങ്ങിയിരിക്കുന്നത്. കാരണം അത്രയും നല്ല കട്ട മഞ്ഞിറങ്ങി. തമ്മിൽ കാണാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് വന്നോണ്ടിരിക്കുകയാണ് മഞ്ഞ് കേട്ടോ. നമ്മളിത് ആ മലയുടെ മണ്ടയ്ക്ക് ഇനി കയറാൻ പോവാണ്. വാ, ഞാൻ കയറുകയാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ അങ്ങ് നടന്ന് ആകാശത്തെത്തിയെന്ന് തോന്നുന്നു. അതുപോലെ ഒരു വ്യൂ ആണ് കേട്ടോ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. ആൾക്കാരൊക്കെ ഒരുപാട് പേരുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും. ഇഷ്ടം പോലെ ആൾക്കാർ ഇരിപ്പുണ്ട്. പക്ഷെ എന്തായാലും നമ്മുടെ ഇന്നത്തെ ദിവസം പാഴായി പോയിട്ടില്ല. നമ്മുടെ നല്ല ഉറക്കം വരുന്ന പറയുന്നത്. നല്ലൊരു ആയുർവേദിക് തെറാപ്പി എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ശുദ്ധമായി ശ്വസിച്ച് കിടക്കുന്ന ഒരു കാഴ്ചയാണ്. ഇപ്പോൾ ഒരു ചോക്ലേറ്റ് ബിസ്ക്കറ്റ് കൊടുത്ത ചാടി എണീക്കും. തെറാപ്പി അല്ലെങ്കിൽ ക്യാൻസലാവും. സത്യത്തിൽ പൊന്മുടിയിൽ പല പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഇന്നാണ് ഇത്രയും മഞ്ഞ് നമുക്ക് കാണാൻ സാധിച്ചത് കേട്ടോ. എന്തായാലും മിസ്സാക്കരുത്. ഈ ക്ലൈമറ്റിൽ എല്ലാവരും ഇങ്ങോട്ട് പോകുന്നുള്ളൂ കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഫാമിലി ആയിട്ടാണ് കൂടുതൽ പേര് വരുന്നത്. ഗ്രൂപ്പായിട്ടൊക്കെ വന്നത് എൻജോയ് ചെയ്യുന്നുണ്ട്. തലയൊക്കെ വെള്ളം പോലെ കേട്ടോ. മഞ്ഞ് പിടിച്ചാണ് തോന്നുന്നത്. നല്ല നനഞ്ഞിട്ടുണ്ട് തലയൊക്കെ. അപ്പോൾ എന്തായാലും നാളെ പനി അടിക്കുമെന്ന് ഉറപ്പായി. നമ്മളെ വന്ന സ്ഥലമൊക്കെ ബ്ലൈൻഡ് സ്പോട്ടായി കഴിഞ്ഞു. ബ്ലൈൻഡ് സ്പോട്ടായി. വന്ന വഴി ഏതെന്ന് അറിയാൻ പാടില്ല. ആ ബാക്ക് സൈഡ് ഒന്ന് കാണിച്ചുകൂടെ? കണ്ടോ, ഇനി വണ്ടി എവിടെയാന്ന് തപ്പി പിടിക്കണം. വാഹനങ്ങളാണ് വന്ന് കിടക്കുന്നത്. ഒരു രക്ഷയുമില്ല കേട്ടോ. ഇന്ന് വന്ന വണ്ടികളെന്ന് പറഞ്ഞാൽ 350 വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. 350 ഒന്നും അല്ല, ഞാനൊരു ഏകദേശം ഐഡിയ പറഞ്ഞതാണ്. ബൈക്കുകളാണെങ്കിൽ 500-ലേറെ ബൈക്കുകളുണ്ട്.
തിരികെ വരുന്ന വഴിക്ക് ഇതാ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു അരുവികളൊക്കെ കാണാം നമുക്ക്. ഇത് മഴ സമയത്താണ് ഇങ്ങനെയൊക്കെ കാണാൻ സാധിക്കുന്നത് കേട്ടോ. അല്ലാതെ വേനൽ സമയത്ത് പോയാൽ ഇതൊന്നും നമുക്ക് അവിടെ കാണാൻ കഴിയില്ല. ഇങ്ങനെ ഒരു അരുവി ഉണ്ടായിരുന്നെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പിന്നെ പൊന്മുടിയിൽ ഇപ്പോൾ സിപ്പ് ലൈൻ സർവീസൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മൂന്നാറിലും വാഗമണിലും ഉള്ളതുപോലെ നല്ല ദൂരത്തിൽ നമുക്ക് പോയിട്ട് വരാം. ഇവന്മാരെ കണ്ടില്ലല്ലോ എന്ന് കരുതിയിരിക്കുമ്പോഴാണ് പോകുന്ന വഴിക്ക് ഇവന്മാരെ പ്രത്യക്ഷപ്പെട്ടത്. ഹായ് ഹായ്